ഹേയ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ മാസം, അതായത് മെയ് മാസം വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ചിലതിൻ്റെ ഒന്നും ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ജസ്റ്റ് റൂമേഴ്സ് ബേസ്ഡ് ആയിട്ടും ഇൻഫോം ഉണ്ട്. പക്ഷേ നമുക്ക് 2-3 വണ്ടികൾ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയതുകൊണ്ട് എന്തായാലും നമുക്ക് തുടങ്ങുമ്പം ലോഞ്ച് കൺഫേം അല്ലാത്ത, പക്ഷേ ഏപ്രിൽ തന്നെ ലോഞ്ച് ആവേണ്ടിയിരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒറിജിനലി ഏപ്രിൽ 20-നായിരുന്നു ഈ വണ്ടിയുടെ പ്രൈസ് വരായിരുന്നു. അതവരൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു, ഏപ്രിൽ 27 ആക്കി. അത് കഴിഞ്ഞ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു, പുതിയ ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ മെയിലായിരിക്കും എന്ന് പറയുന്നു. ഞാൻ സംസാരിക്കുന്ന നമ്മുടെ പുതിയ MG മജസ്റ്ററിനെ പറ്റിയാണ്. ഈ വണ്ടി അവർ കഴിഞ്ഞ അതായത് ഈ വർഷം സ്റ്റാർട്ടിങ് ജാനുവരിയിൽ കാണിച്ചതാണ്. കഴിഞ്ഞ വർഷം ഭാരത് മൊബിലിറ്റി ഷോയിൽ ഈ വണ്ടി കാണിച്ചായിരുന്നു. സോ ഇതിപ്പോൾ അവർ കാണിച്ചിട്ടും ഇറക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് MGക്ക് വണ്ടി പ്രോപ്പറായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. 2 ലിറ്റർ ബൈറ്റർബോ ഡീസൽ എഞ്ചിൻ മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലോസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വണ്ടി തന്നെയാണ്. D+ സെഗ്മെൻറ്റ് SUV എന്നൊക്കെയാണ് MG തന്നെ വിളിക്കുന്നത്. ഇൻറ്റീരിയറിലൊക്കെ അവർ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്, കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കറിയാം വണ്ടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാം. പക്ഷേ നമുക്കിതിൻ്റെ ലോഞ്ചും പ്രൈസും ആണ് ഇപ്പോഴും അറിയാത്തത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഫോർച്യൂണറായിട്ട് അവർ ഇപ്പോൾ കുറേ കാലമായിട്ട് 1.5 വർഷമായിട്ട് അവർ വാല്യൂറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമുക്കിത് എവിടെ വെക്കണം? ഫോർച്യൂണറിൻ്റെ അതേ പ്രൈസിലിരുന്നു, ഫോർച്യൂണറിൻ്റെ താഴെ ഇരുന്നു. ഈ 2 പ്രൈസ് പോയിന്റ് വന്നിട്ടുള്ള വേറെ വണ്ടികളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ പ്രൈസ് താഴ്ത്തിയിട്ട് നമ്മുടെ പ്രോഫിറ്റ് കളയുന്നത്? നമുക്ക് സെയിം പ്രൈസിൽ ഇറക്കണ്ടേ, അതോ പ്രൈസ് കൂട്ടി ഇറക്കണം? ഇതൊക്കെ ആയിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും കാലമായിട്ട് എന്താണ് ഇവർ ആലോചിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഡിലേ ഉണ്ട് വണ്ടിയുടെ ലോഞ്ചിൽ. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറയാം. വണ്ടി ഓവറോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ മാത്രം ഒരു ഇത്തിരി മേയാണെന്ന് മാത്രം, കുഴപ്പമില്ല. ഓവറോൾ അത്യാവശ്യം നൈസാണ്. പക്ഷേ കുറച്ചുകൂടെ അത്രയും പവറില്ല. ഓൺ പേപ്പർ പവറുണ്ട്, പക്ഷേ റിയൽ ലൈഫിൽ പവറില്ല. ഒരു 80 ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് സ്ലോ ആണ്. ഇനി നമ്മുടെ അടുത്ത വണ്ടി ടാറ്റയുടെ സിയറ EV ആണ്. ഈ വണ്ടി അവർ സിയറ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ആ ടീസറിനകത്ത് ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഈ വണ്ടി അവർ ആവശ്യത്തെ കൂടുതൽ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം ഇത് കാണാനൊക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതായത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിയിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ ഒരു ബ്ലാക്ക് എലമെന്റ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എടുത്ത് ഇവർ താഴത്തോട്ടിട്ടു. സോ ഇപ്പോൾ ബമ്പറും സാധനങ്ങളെല്ലാം മൊത്തം ബ്ലാക്ക് ഔട്ടാണ്. ആൻഡ് നമുക്ക് കണക്റ്റഡ് DRL മാത്രമേ മോളി വരുന്നുള്ളൂ. അതാണ് ഒരു മെയിൻ ഡിസൈൻ ചേഞ്ച് വരുന്നത്. റിയറും സൈഡും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സൈഡിൽ പിന്നെ നമുക്ക് മറ്റേ വീൽസിൻ്റെ ഡിസൈൻ മാറ്റും, കുറച്ചും കൂടെ എയറോ എഫിഷ്യൻറ്റ് ആ സാധനം ഇപ്പോൾ വീൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസവും ഡിസൈൻ ചേഞ്ചസ് ആയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വണ്ടി മെയിൽ ഡേറ്റ് എത്രയാണ് എന്നൊന്നും കൺഫേം ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇത് മെയിൽ വരും എന്നുള്ളൊരു റൂമേഴ്സേ ഉള്ളൂ. എനിക്കിതാണ് ഈ വണ്ടിയുടെ കേസിൽ മാത്രമേ എനിക്കിപ്പോൾ ഈ ലിസ്റ്റിനകത്ത് അത്ര ഉറപ്പില്ലാത്തുള്ളൂ വരുമെന്ന്. കാരണം ടാറ്റയുടെ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല. വണ്ടിയുടെ കുറച്ച് കാലമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ കുറച്ചധികം കാലമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിലാണ് ടാറ്റ സിയറയിൽ ഓൾ വീൽ ഡ്രൈവ് ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി കൺഫിഗറേഷനൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് ഹാരിയറിൻ്റെ സൈസിൽ തന്നെ ആയിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ആവശ്യത്തിന് ഒരു 450 കിലോമീറ്റേഴ്സ് ടു 500 അടുത്തൊക്കെ റിയൽ ലൈഫ് റേഞ്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത്, ഹാരിയറിൽ കിട്ടിയ പോലെ തന്നെ. ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇലക്ട്രിക് വാഹനം ആയിരിക്കില്ലത്. സോ മൊത്തത്തിൽ ഇലക്ട്രിക് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു വാഹനമായിരിക്കും സാധ്യതയുണ്ട്. പക്ഷേ അവർ ഇറക്കിയാൽ മതി ഈ മാസം. ഇനി നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ZR-V ആണ്. ഹോണ്ട ഈ അടുത്താണ് 2 പുതിയ വണ്ടികൾ ഈ മാസം കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു ന്യൂസ് പുറത്തു വിട്ടത്. മെയ് 22-നാണ് ഈ വാഹനത്തിന് ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമുക്ക് പുറത്ത് HR-Vയുടെയും CR-Vയുടെയും ഇടയിൽ വരുന്ന ഒരു വാഹനമാണിത്. സൈസും ഉണ്ട്. ആൻഡ് ഏകദേശം 4.5 മീറ്റേഴ്സിന് മുകളിലായിട്ട് ലെങ്ത് വരുന്നുണ്ട്. ഹൈറ്റ് കുറച്ച് കുറവാണ്, 1.6 മീറ്റേഴ്സേ ഉള്ളൂ. വിട്ടും അധികമില്ല, 1.8 മീറ്റേഴ്സിന് കുറച്ച് മുകളിലായിട്ട് വരുന്നുള്ളൂ. വീൽ ബേസ് ഇൻഫാക്ട് കുറവാണ്, 2650 മില്ലിമീറ്റേഴ്സിനടുത്തൊക്കെ ആയിട്ടുണ്ട് വീൽ ബേസ് ഉള്ളൂ. സോ നമുക്ക് ഏകദേശം ഒരു C സെഗ്മെൻറ്റ് SUV-യിലൊക്കെ കിട്ടുന്ന വീൽ ബേസും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. സൈസ് ലെങ്ത്ത് നമുക്ക് സെൽട്ടോസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം എന്ന് പറയുമ്പോൾ കൂടുതലുണ്ട്. ഈവൻ്റെ ഒരു സെൽട്ടോസിൻ്റെ കോമ്പറ്റീഷൻ ഒന്നും അല്ലത്, ഹാരിയറിൻ്റെ കോമ്പറ്റീഷൻ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി CBU ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതായത് പുറത്ത് ഏകദേശം ഒരു $30,000 ഒക്കെ കോസ്റ്റ് വരുന്ന വണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു 50 lakhs-നടുത്തൊക്കെ ആയിട്ടായിരിക്കും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ആ പ്രൈസിൽ ഈ വണ്ടി ഡെഫിനറ്റ്ലി വെർത്തായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പൊതുവെ എല്ലാവരും ഫോർച്യൂണറാണ് ആ ഒരു പ്രൈസിൽ എടുക്കാറ്. ആ ഒരു പ്രൈസിൽ തന്നെ ഹോണ്ടയുടെ ഒരു കുറച്ച് കോമ്പാക്ട് മീൻസ് അത്ര കോമ്പാക്റ്റ് അല്ല, പക്ഷേ സ്റ്റിൽ ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ലാഡർ ഫ്രണ്ട് റിയർ വീൽ ഡ്രൈവ് വണ്ടി, ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് സാധാരണ ഒരു SUV എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ചെറിയ മോശം സൈഡ് തന്നെയാണ്. പിന്നെ ഇത് 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. 180 ഹോഴ്സ് പവർ ഒക്കെയാണ് കമ്പൈൻഡ് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വെച്ച് മാത്രം ഈ വണ്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാരണം ആ പ്രൈസ് പോയിന്റിൽ ഒരു ഹൈബ്രിഡ് വാഹനങ്ങളൊന്നും കിട്ടാനില്ല. എല്ലാം ഒന്ന് ഡീസലാണ്, അല്ല പ്യുവർ പെട്രോൾ ആണ്. പക്ഷേ സ്റ്റിൽ ഫോക്സോൻ്റെ ടയറോൺ ഒക്കെ കിട്ടുന്നുണ്ട്, അത് 7 സീറ്റർ ആണ്. ഇതിനേക്കാൾ സൈസ് കൂടുതലാണ്, ഇതിനേക്കാൾ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവർക്കൊരു 35 to 40 lakhs-ൻ്റെ ഇടയിലെങ്കിലും പ്രൈസ് ചെയ്യാൻ പറ്റുന്നത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ അതും
ഓൺ റോഡ് പോകുമ്പോൾ ഏകദേശം ഒരു 45 to 50 ഇടയിലോട്ട് പോകും. അതാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ഹോണ്ട പിന്നെ അവരുടെ സ്വന്തം താല്പര്യത്തിനാണല്ലോ എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഇതിന് പകരം ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ ഈവൻ പുതിയ CR-V ആണെങ്കിൽ പോലും കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ വർക്കൗട്ട് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തോന്നി. ഈവൻ അവരൊരു 50 to 60 lakhs പ്രൈസിൽ ഇറക്കുകയാണെങ്കിൽ പോലും. കാരണം ആ പ്രൈസിൽ ആൾക്കാർക്ക് വേണ്ടത് സൈസാണ്, അല്ലാതെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് വണ്ടിയല്ല. ഇതല്ലാതെ തന്നെ സെയിം ഡേറ്റിൽ May 22 തന്നെ ഹോണ്ട ഇറക്കാൻ പോകുന്ന മറ്റൊരു വാഹനമാണ് നമ്മുടെ പുതിയ സിറ്റി ഫേസ് ലിഫ്റ്റ്. ഇത് തായ്ലൻഡിലും പിന്നെ അങ്ങനെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിസൈനിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. കാരണം അവർ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇന്ത്യയിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സിമിലർ ആണ്. അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ ചെറിയ ചേഞ്ച്, ഹെഡ് ലാംപ്സിൻ്റെ അകത്തെ ഡിസൈനിൽ ചേഞ്ച്, ബമ്പറിൻ്റെ ഡിസൈൻ, ഗ്രില്ലിൻ്റെ ഡിസൈൻ, അങ്ങനെ വളരെ മിനിമലായിട്ടുള്ള ട്വീക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മെയിനായിട്ട് അവർ പറയുന്നതാണ്, അതായത് റൂമേഴ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ നമുക്കിപ്പോൾ ഈ വണ്ടിയിൽ കിട്ടുന്ന കുറച്ച് ഡേറ്റഡ് ആണ്. ഫീച്ചേഴ്സ് ഇപ്പോൾ വെർണയായിട്ടോ അല്ലെങ്കിൽ ഫോക്സോയിൻ വെർട്ടസ്, സ്ലാവിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കങ്ങനെ അധികം ഈ വാഹനത്തിൽ വരുന്നില്ല. സോ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കുക, ഇലക്ട്രിക് സീറ്റ്സ് കൊടുക്കുക, 360 ക്യാമറ ഒരു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് പൊതുവെ സെഗ്മെൻറ്റിലൊക്കെ വരുന്നതിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. വെർട്ടസിന് സ്ലാവിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. സോ അതെന്തായാലും നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഇതിനേതായാലും ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് 2023 കിട്ടിയത്. ആൻഡ് അതിന് മുന്നേ 2020 പുതിയ ജനറേഷൻ വണ്ടി വന്നത്. സോ കറക്റ്റ് 3 വർഷം കൂടുമ്പം അവർ ഫേസ് ലിഫ്റ്റ് വെച്ച് ഇറക്കുന്നുണ്ട്. ആൻഡ് സാധാരണ 6 വർഷമൊക്കെ കഴിയുമ്പോൾ ഹോണ്ട ജനറേഷനാണ് മാറ്റാറ്. ഈ വണ്ടിയുടെ കേസിൽ ഏതായാലും അത്ര അങ്ങോട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ടില്ല. ചിലപ്പം സെലാൻസിൻ്റെ കുറഞ്ഞു വരുന്ന ഡിമാൻഡ് കൊണ്ടും അതുപോലെ സിറ്റിക്ക് തന്നെ 1000-ന് താഴെ സെയിൽ കിട്ടുന്നുള്ളൂ. അക്കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. ഇനി ഇപ്പോൾ ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. സെയിൽസ് കൂടുമോ ഇല്ലെന്നൊക്കെ. മെക്കാനിക്കലി വണ്ടി എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ 1.2 ലിറ്റർ ഐവിടെക് എഞ്ചിൻ വിത്ത് CVT മാനുവൽ എല്ലാം കണ്ടിന്യൂ ചെയ്യും. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഇബെല്ലയാണ്. ഈ വണ്ടി അവരിപ്പോൾ കാണിച്ചിട്ട് 2-3 മാസമായി. നമ്മുടെ ഇവിറ്റാരൊക്കെ ഇറങ്ങി ഒരു 1-2 മാസത്തിനുള്ളിൽ അവർ ഒറിജിനൽ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. ആൻഡ് റിവീൽ കഴിഞ്ഞാണ്. പക്ഷേ ഇതുവരെ ഒരു പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൈസ് ഇപ്പോൾ അങ്ങനെ അറിയാൻ മാത്രമൊന്നുമില്ല. ഏകദേശം ഇവിറ്റാരയുടെ സെയിം പ്രൈസ് പോയിന്റിലൊക്കെ തന്നെ ആയിരിക്കും. ഒരു 50,000 രൂപ ഒരു കൂടുതൽ വാങ്ങുമായിരിക്കും, അത്രേ ഉള്ളൂ. ഓർ മാക്സിമം കൂടി പോയി 1 ലക്ഷം. അതിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഈ വണ്ടി വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇവിറ്റാര ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ബേസിക്കലി നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട് ഡിസൈൻ മാത്രം വ്യത്യാസമുണ്ട്. ആൻഡ് അത് ഇഷ്ടമാണെങ്കിൽ ഈ വണ്ടി കൺസിഡർ ചെയ്യാന്നുള്ളതുള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇന്റീരിയറൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. അവരൊന്നും മാറ്റിയിട്ടില്ല ടൊയോട്ട ലോഗോ അല്ലാതെ. സാധാരണ കുറച്ച് കളറെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുള്ളതാണ്. ഈ വണ്ടിയുടെ ആകെ ഫ്രണ്ട് ഡിസൈൻ മാത്രം ആണ് അവർ മാറ്റിയിരിക്കുന്നത്. ഇനി ഈവൻ പവർ ട്രെയിൻ ഓപ്ഷൻസ്, പവർ ട്രെയിൻ മീൻസ് ബാറ്ററി കൺഫിഗറേഷൻ എല്ലാ സാധനങ്ങളും സെയിം ആണ്. 14 kWh ബാറ്ററി കിട്ടുന്നുണ്ട്, 16 kWh ബാറ്ററി കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഡ്രൈവ് ട്രെയിൻ മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുള്ളൂ. ഇന്റർനാഷണലി നമുക്ക് ഇവിറ്റാരിലും അതുപോലെ ഇവയിലും എന്തിനാണെങ്കിലും ഓൾ വീൽ ഡ്രൈവ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. 300 Nm ടോർക്കും അതുപോലെ 180 ഹോഴ്സ് പവറിനടുത്ത് പവറൊക്കെ ഉള്ളൊരു സിസ്റ്റം ആയിരുന്നു. പക്ഷേ അതിവിടെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ജസ്റ്റ് 170 ഹോഴ്സ് പവറും അതുപോലെ അറൗണ്ട് 180 Nm ടോർക്ക് മാത്രമാണ് കിട്ടുന്നത്. ഇതിനി അവരധികം ലേറ്റ് ആകാതെ ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഗൈൻ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.